ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മളുടെ വചന ചിന്താഭാഗം യേശു മനുഷ്യരുടെ വെളിച്ചം എന്നുള്ള ഒരു വിഷയമാണ്. യേശു മനുഷ്യരുടെ വെളിച്ചം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഒന്നുകൂടെ വായിക്കാം. വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴ്പ്പെടുത്തിയില്ല. മറ്റൊരു വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇവിടെ രണ്ട് കാര്യം പറയുന്നു: ഇരുള് അല്ലെങ്കിൽ ഇരുട്ട്, വെളിച്ചം, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, ഇരുട്ടും വെളിച്ചവും. ഇവിടം തൊട്ട് അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ബൈബിൾ പറയുന്ന ഈ കാര്യം തൊട്ട് മുന്നോട്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ ഭൂമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും രാത്രിയും പകലും ഉണ്ട്. ആ രാത്രിയും ആ രാത്രിയിലെ ഇരുട്ടും ഈ പകലത്തെ വെളിച്ചവുമല്ല ഈ തലത്തിൽ ഇനി പറയുന്നത്. ഇനി പറയുന്നത് പറന്നു പോകുന്ന മനുഷ്യന് കാണാൻ കഴിയുന്ന തലത്തിലുള്ള ഇരുളും വെളിച്ചവുമാണ്. അല്ലാതെ സാധാരണ ജീവജാലങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഇരുളും വെളിച്ചവുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്തിൽ, ഈ ലോകം എന്ന് പറയുന്നതിന് ബൈബിളിൽ തന്നെ പല അർത്ഥമുണ്ടെന്ന് ഞാൻ മുന്നൊരു ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തിൽ ഈ ലോകം ഉൾപ്പെടെ 3 ലോകങ്ങളുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്തിൽ, ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകം ഉൾപ്പെടെ 3 ലോകമുണ്ട്. അതിൽ ഒന്നാമത്തെ ലോകം, അതിനെ ദൈവരാജ്യമെന്നോ ദൈവമധിപനായ ഒരു വെളിച്ചത്തിൻ്റെ രാജ്യമെന്നോ ഒക്കെ വിളിക്കാം. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവരുടെ സേവകരായ കെരൂബുകളുണ്ട്, സെറാഫുകളുണ്ട്, ദൂതപ്രമുഖന്മാരുണ്ട്, ദൂതന്മാരുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനമാണ് ദൈവരാജ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന സംവിധാനം. യഹോവ എന്ന പിതാവ്, യേശുക്രിസ്തു എന്ന പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം, പിന്നെ ദൂതപ്രമുഖന്മാർ, ദൂതന്മാർ മൊത്തത്തിൽ അവർക്ക് പ്രമുഖന്മാർ, കെരൂബുകൾ, സറാഫുകൾ ഉൾപ്പെടെ വെളിച്ചത്തിൻ്റെ, എന്നാൽ ഇവർക്കൊന്നും ശരീരമുള്ളവരല്ല, ഇവരെല്ലാം ആത്മാക്കളാണ്, സ്പിരിറ്റ്സാണ്. ഇവരുടെ മേഖലയാണ് വെളിച്ചത്തിൻ്റെ മേഖല. ഇനി ഇതുപോലെ തന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഒരു ഇരുട്ടിൻ്റെ ഭരണ സംവിധാനമുണ്ട്. അതിനെ വിളിക്കുന്നത് അന്ധകാര ലോകത്തിൻ്റെ ഭരണകർത്താക്കൾ, അധിപന്മാർ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഇതിനെ പിശാചിൻ്റെ ലോകമെന്നോ പൈശാചിക ലോകമെന്നോ ഇരുട്ടിൻ്റെ ലോകമെന്നോ ഒക്കെ വിളിക്കാം. ഇങ്ങനെ ഒരു സംവിധാനവും ഈ ലോകത്തിലുണ്ട്. അതിൻ്റെ തലവൻ പിന്നീട് ഇതിലായി അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ ഉൾപ്പെടെ കാണിച്ചു തരാം. പിശാചുക്കളുടെ ഒരു തലവനുണ്ട്, അവരുടെ വിവിധ ഭരണ സംവിധാനങ്ങളുണ്ട്, അവർക്ക് വാഴ്ചകളുണ്ട്, അധിപന്മാരുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന എന്ന് പറയുന്ന ഒരു സംഘം അണികളുണ്ട്, പൈശാചിക ശക്തികളുണ്ട്. ഇതുങ്ങളെ എല്ലാത്തിനെയും കൂടെ ചേർന്നതിനെയാണ് ഇരുട്ടിൻ്റെ ലോകം എന്ന് പറയുന്നത്. ഒരു വശത്ത് പിതാവ്, പുത്രവ്, പരിശുദ്ധാത്മാവ്, ദൂതന്മാരെല്ലാം കൂടെ ചേർന്ന വെളിച്ചത്തിൻ്റെ ലോകവും, മറുവശത്ത് പിശാചും അവൻ്റെ അനുചരന്മാരും എല്ലാം കൂടെ ചേർന്ന ഇരുട്ടിൻ്റെ ലോകവും. ഇത് രണ്ടും കൂടെ നമുക്ക് ഈ കണ്ണും കൊണ്ട് കാണാവുന്ന ദൃശ്യമായ ലോകത്തിൽ അദൃശ്യമായി നിൽപ്പുണ്ട്. ദൃശ്യമായ ലോകത്തിൽ അദൃശ്യമായി നിൽപ്പുണ്ട്. ഇതിൽ വചനത്തിൻ്റെ ജീവൻ വചനമെടുക്കുന്ന ഒരുവൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമായി വരുമ്പോൾ, അങ്ങനെ വെളിച്ചമായി വരുന്ന ആ വ്യക്തിക്ക്
ഈ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങാൻ കഴിയും. തന്നെയല്ല, ഈ ഇരുളിൽ നിന്ന് വരുന്ന പ്രേരണകൾ എന്തിനാണെന്നൊക്കെ അവന് ഗ്രഹിക്കാൻ പറ്റും. തുടക്കത്തിലൊന്നും പറ്റിയില്ലേലും അവന് മനസ്സിലാകും ഇത് വേറൊരു കളിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 50 പൈസയ്ക്ക് വേണ്ടി കൊലപാതകം ചെയ്തവർ ജയിലുകളിൽ കിടപ്പുണ്ട്. അന്നേരത്തെ ഒരു വാശിക്ക് ചെയ്യുന്നതാണ്. എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ 2 രൂപ ബസ് ടിക്കറ്റിൻ്റെ ബാക്കിക്ക് KSRTC കണ്ടക്ടറുമായിട്ട് കയറി പിടിച്ച് 5 കൊല്ലം കേസ് കളിച്ച് 10-30,000-35,000 രൂപ സർക്കാരിലടച്ച് പിന്നെ വൻതുക വക്കീലിന് ഫീസ് കൊടുത്ത് 4 കൊല്ലത്തോളം മെനക്കെട്ട് അതിൻ്റെ പുറകെ നടന്ന ഒരു ചരിത്രം എനിക്കറിയാം. ഇരുട്ടിൻ്റെ ശക്തി വന്ന് കയറുക. ഒരു പൈൻറ്റും മേടിച്ചു, ഒരു കോളായും മേടിച്ചു, 1 ലിറ്ററിൻ്റെ കോള മേടിച്ച് പകുതി ഊറ്റി കളഞ്ഞിട്ട് ഈ പൈൻറ്റിനകത്തോട്ട് ഒഴിച്ചു, വണ്ടിയിലിരുന്ന് കുടിച്ചു പോയി. നാട്ടുകാർ നോക്കിയപ്പോൾ കോള കുടിക്കുന്നു. പക്ഷേ അകത്ത് ചെന്നപ്പോൾ കലിപ്പ് കൂടിയപ്പോൾ കണ്ടക്ടറുമായിട്ട് കയറി പിടിച്ചു. ഇരുട്ടിൻ്റെ ശക്തി. അപ്പോൾ 2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വെളിച്ചം, വചനമുള്ളവന് വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ വചനമുള്ളവന് വെളിച്ചമായി മാറും. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. ഇരുൾ അതിനെ കീഴടക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇരുള് അതിനെ പിടിച്ചടക്കിയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മളെടുത്ത വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ, ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനും അല്ല യൂറോപ്പും റഷ്യയും എല്ലാ രാജ്യങ്ങളും ഉള്ള ഈ രാജ്യത്തിൽ, ഇവിടുത്തെ ഭരണാധിപന്മാരും തോക്കുകളും ബോംബുകളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഉള്ള ഈ രാജ്യത്തിൽ, ദൈവവും ദൂതന്മാരും ഉള്ള ഒരു വെളിച്ചത്തിൻ്റെ രാജ്യവും പിശാചും ഭൂതങ്ങളുമുള്ള ഒരു ഇരുട്ടിൻ്റെ രാജ്യമുണ്ട്. ഇവിടെ വചനമില്ലാത്തവന്, വചനവുമായി ബന്ധമില്ലാത്തവന്, അങ്ങനെ ഒരു സാഹചര്യമില്ലാത്തവൻ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഇരുട്ടിലേക്ക് പോകുമ്പോൾ അത് വാശിയായും വൈരാഗ്യമായും പകയായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കും. പക്ഷേ ഇത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയത്തില്ലാത്തത് ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല എന്ന് നമ്മൾ വായിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിക്കുന്നെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ വെളിച്ചം ഇന്നു മുതൽ ഓരോ വിഷയങ്ങളിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, വചനത്തിലുള്ള ജീവൻ, മനുഷ്യരുടെ വെളിച്ചമായി മാറുവാൻ പിതാവ് ആഗ്രഹിക്കുന്ന ജീവൻ, ആ വെളിച്ചം ഇരുളിനെ കീഴ്പ്പെടുത്താതെ ഇരുളിനെ ജയിക്കുന്ന ആ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ, കേൾവിക്കാരുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിലും വരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണു തുറന്ന് ഈ 2 ലോകങ്ങളെയും കണ്ട് ഈ ദൃശ്യമായ ലോകത്തിൽ ജീവിച്ച് ഇരുട്ടിൻ്റെ ലോകത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തിലൂടെ നടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.